സാധാരണ ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉടനെ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനുകളുടെ സർവേകൾ ഗോദി മീഡിയകൾ പുറത്തുവിടുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ സർവേകൾ പുറത്തുവിടാൻ ഇതുവരെയും ഗോദി മീഡിയകൾ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ടൈംസ് നൗ അവരുടെ ഹരിയാന ഇലക്ഷൻ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹരിയാനയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്രാവശ്യം BJP അവിടെ തകർന്നടിയുമെന്ന ഉറപ്പാണ്. പല സർവേ വിദഗ്ധരും അത് CSDS സഞ്ജയ് കുമാർ ഉൾപ്പെടെ പറഞ്ഞത് ഹരിയാനയിൽ BJP വലിയ തിരിച്ചടി നേരിടും എന്നും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുമാണ്. എന്നാൽ ഗോദി മീഡിയ ടൈംസ് നൗവിന് അവരുടെ പതിവ് രീതി ഇനിയും തെറ്റിക്കാനുള്ള മനസ്ഥിതി വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ഈ സർവേയിൽ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ്. എന്നാൽ സത്യം അവർക്കറിയാവുന്നതുകൊണ്ട് BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 90-ൽ 46 സീറ്റുകൾ കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400-ലധികം സീറ്റ് നൽകി നാണം കെട്ടത് അവരെ വേട്ടയാടുന്നുണ്ടാവാം. അവരുടെ സർവേ അനുസരിച്ച് 90-അംഗ ഹരിയാന അസംബ്ലിയിൽ BJPക്ക് 37 മുതൽ 42 വരെ, കോൺഗ്രസിന് 33 മുതൽ 38 വരെ, JJPക്ക് 3 മുതൽ 8 വരെ, മറ്റുള്ളവർക്ക് 7 മുതൽ 12 വരെ സീറ്റുകൾ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത്. അതായത് JJPയെയും മറ്റുള്ളവരെയും കൂട്ടി BJPക്ക് ഭരിക്കാം എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ കണക്കനുസരിച്ച് ഓരോ പാർട്ടികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനം BJPക്ക് 35.2, കോൺഗ്രസിന് 31.6, JJPക്ക് 12.4, മറ്റുള്ളവർക്ക് 20.8. ആരാണ് 20.8% വോട്ട് നേടുന്ന ഈ മറ്റുള്ളവർ എന്ന് ടൈംസ് നൗ ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും BJPക്കും 5 സീറ്റുകൾ വീതമാണ് ഹരിയാനയിൽ ലഭിച്ചത്. അന്നത്തെ വോട്ടിംഗ് ശതമാനം അനുസരിച്ച് കോൺഗ്രസിന് 46 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് മുന്നണിക്ക് 48%, BJPക്ക് 46% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എന്നാൽ ഗോദി മീഡിയ ടൈംസ് നൗവിന്റെ ഈ പോൾ അനുസരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48% വോട്ട് കിട്ടിയ കോൺഗ്രസ് ഏതാണ്ട് 31%-ലേക്ക് താഴും എന്നാണ് പറയുന്നത്. BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലും 11% കുറവ് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനേക്കാൾ 3.5% വോട്ട് നിയമസഭയിൽ BJPക്ക് കൂടുതൽ കിട്ടുമെന്നാണ് അവരുടെ പെയ്ഡ് സർവേ പറയുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് കുറിച്ചു വെച്ചോളൂ. 50%-ലധികം വോട്ടുകളുമായി കോൺഗ്രസ് 65-ന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. BJPക്ക് യാതൊരു കാരണവശാലും 25 സീറ്റുകൾ പോലും ലഭിക്കുകയില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ മോദിയുടെ കൂലി വാങ്ങുന്ന ടൈംസ് നൗവിന് ഇങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം.